ശ്രീരാമനാമം ജപസാരസാഗരം. ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം തുടർച്ച. ലങ്കാദർശനം. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതോ ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരം ശതഗ്നി സമന്വിതം പ്രാസാദമൂർത്തിനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാദഭത്രൈരൂപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാഭം ദശാകിരീടോജ്വലം നീലമേഘോപമം കണ്ടോരകുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കാമണിയാതെ തന്നോ ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടോ തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. വാനരേന്ദ്രന്മാരറിഞ്ഞോ പിടിച്ച ഭീമാന വിരോധം വരുത്തിയോരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടണോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധു തന്നുത്തരാതിരോപരി ചെന്നൊരന്തരമെന്നേ ഞാൻ തവ വാക്യങ്ങൾ ചെന്ന നേരത്തും അവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി പാഹേതി ഞാനാമയം കൊണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവദ്യന അയപ്പാനിപ്പിനെ അയപ്പാനിയപ്പിനെ എന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരോ മയച്ചാരതോ കൊണ്ട് ഞാനും ഭയം തീർന്നു നേരെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവീരനനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമാനോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടു ഒന്നുകിലല്ല ഇതിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലോ മുന്നൂടറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിനോ ബലമെങ്കിലെന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടുതാൻ ഒക്കെ പൊടി വെടുത്തെന്നുള്ളിൽ വന്നിങ്ങു ഒരു രോഷവും ആശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനോടു ശക്തരെന്നാകിൽ പുറപ്പെടുക ശുനീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണങ്ങളെ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവി പുങ്കവ പാലിതം പർവ്വത സന്നിഭന്മാരായ വാനരാരുർവീ കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതോ നിർഭയം. സംഖ്യയോ മാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതംവരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരാസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവർ 100,000 പടയോടും ദിബുക്കളെ നീറാക്കുവാനുടറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ണു
കണ്ടു അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ അംഗദനാകുമിളയ രാജാവതിനങ്ങേക്കു അങ്ങേതു പത്മകിഞ്ചർക്ക സമപ്രഭൻ വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിരൻ നന്ദനൻ അദ്രിതുങ്കോപമൻ തൽപാർശ്വസേനെ നിൽക്കുന്നതു വാതകൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനം ശ്വേതൻ രജതസമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ വൈന്ദനങ്ങേതവൻ തമ്പി വിവേദനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളീനൻ അതിങ്ങോട്ട് ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനദനും വീരൻ വൃഷഭൻ വികാടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും ഘോരൻ ഗജനും കവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനതി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരെ രൂപത്തേഴു കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി രൂപത്തൊന്നു വെള്ളം ഉള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകധാരാഘവന്മാരെന്നറിയുക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തൊന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മകതത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി സമേതോസ്തി മൂത്രമലങ്ങളിൽ സമ്മേളിതമതി ദുർഗന്ധമത്രയും ഞാനെന്ന ഭാവമതിങ്കലുമുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ അന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയം പാദഗൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനം വന്നുകൂടുന്നു സുഖ ദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ശോകാചര മരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകമേ ആത്മാവു നിർമ്മലനവ്യയാനദ്വയാനാത്മാനമാത്മന കണ്ടു തെളികമേ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥാഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹാന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൻ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ പൗലസ്ത്യപുത്രനം ബ്രാഹ്മണാഢ്യൻ ഭവൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്ക നീ
സർവപാപങ്ങളിൽ നിന്നോ വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലല്ലോ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു, നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടു. രാമേതി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. മത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരഹതകാന്തികാന്തം രമാസേവിതം ചാമ്പകോണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപൂണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനുള്ള സംശയം. ഇത്തം ശുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാദശാസ്യനും ക്രോധാമറക്ഷനായി ദഗ്ധനായി പോകും സുരനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രഭം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശോ മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം നേടിനാൻ. പൂർവവൃത്താന്തം. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കോ വിനാശാതീതനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ നിർജ്ജര വൈരീകുലശ്രേഷ്ഠനാകിയ വജ്രദംഷൻ മഹാദുഷ്ട നിശാചരൻ. എന്തൊന്നു നല്ലു ശുഗാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുഗാശ്രമേ സംപ്രാപ്തനായ ആയാൻ ഒരു ദിവസം ബലാൽ. സംഭോജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ നാദും ഗതേ മുനൗ കുംഭോത്ഭവേ തദായാതുധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുഗനോടു മന്ദഹാസാൻവിധം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായും വേണം എന്നോ നമുക്കെടു. ഛാഗമാംസം വേണമല്ലോ കരീമമ ത്യാഗിയല്ലോ ഭവൻ രാമണ സത്തമൻ എന്നാളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൻ. മധ്യേ ശുഗ പത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനൻ മായയ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു അത്രൈ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രവരുണിയും ക്രുദ്ധനാക്ഷിപ്രം ശുഗന ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക അത്തപോ വൈഭവാൽ. യുദ്ധം ശപിച്ചിതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തോരു കാരണം. മാംസോത്തരം ഭുജിക്കണമെനിക്കെന്നു ശാസനം ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നോ പറയാവോ. ചൊല്ലെന്നോ പറഞ്ഞതോ നീ സഖേ നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനോ അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേതജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസമന്വതിം വേണമെന്നഞ്ജസ ഞാനതു കേട്ടിതു ചെയ്തതും. യുദ്ധം ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടോരള ഉൽത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയം വ്യതായാമിനി സഞ്ചാരികൾ
മക്കളിതു ചെയ്തതു നിർണയം. ഞാനോ മതി മൂഢനായി ചമഞ്ഞേൻ ബലാരൂരം വരാവിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം അത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമ പത്നിയെ രാവണൻ കൊണ്ടുപോൽ ആ രാമസീമനെ വെച്ചുകൊള്ളും ദൃഢം. രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവാനിഷ്ടനായും വരും. രാഘവൻ വാനരാസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരാന്തികെ 4 പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ ജയക്കും ദശാനന നന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. യുദ്ധമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധന വാക്യം മനോഹരം. മാല്യവാന്റെ ഉപദേശം. സാരനായൊരു സുഖൻ പോയനന്തരം ഘോരണം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവു തൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോചിതം. കൈകസീതാതൻ മതിമാൻ വിനേതിമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളിൽ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. കണ്ടിലയോ നാശഹേതുക്കളായി ദശ കണ്ട പ്രഭോ നീ നിരോധിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്നുഹം ചോരയും പെയ്യുന്നിതുഷ്ണമായത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയം കാളിയും ഘോരതം ട്രന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നോ ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു. രോഷാൽ നകൂലങ്ങളോടുമവണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം. കാലനേയുണ്ടോ കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളൊന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതേ വെച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നത് വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾകദ്വയനം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കുന്നിതോ യോഗികൾ. ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതോ ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനം മാല്യവൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പറഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപാണനം രാമനെ മാനസേ മാനിപ്പതീരെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നു കാബിലോർക്കുന്നവൻ ജളനത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. യുദ്ധം പറഞ്ഞ് അമാത്യന്മാരുമായി ദശവക്രനും പ്രാസാദമൂർധ്നികരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകെ
കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനാരജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ 10 കിരീടവും കൈകളിലൂപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കുട അത്യന്ത ഭക്ത്യ വസിക്കയില്ലത്ര നാം. ധേരേ മൃദംഗഠക്ക പ്രണവാദിക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വഷ്ടഖര ഹരിശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങള് ഖഡ്ഗശൂലേഷു ചാപപ്രാസദോമര മുൽക്കരയഷ്ടി ശക്തേശ്വരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭിത്യാജവം യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ധികൾ അത്രികൾ ഉർവിയും തൽക്ഷണം ഉദ്ധൂതമായതോ സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടൻ തഥാ ദക്ഷിണദിക്കിലും ദുഷ്യവനാരിയം മേഘനാഥൻ തഥാ പശ്ചിമാ ഗോപുരദ്വാരിമുഖീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പൊക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗോപുരേ വാലീതനായനും ദക്ഷിണ ഗോപുരേ വായോതനയനം പശ്ചിമ ഗോപുരേ മായാ മനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായി ഉത്തര ദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമാ. 1000 കോടി മഹാകോടികളോടും 1000 അർബുദരായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തോളികൾ 1000 തോയാകര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കബീബലം ലങ്കാപുരത്തെ വളഞ്ഞാരവിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുട്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാൻ. കോട്ട മതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാത്തു വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുർഗരാപംക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരാദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭൂണ്ടശദഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ടു നിഗ്രഹിച്ചിടിനാൻ. നക്തഞ്ചരേന്ദ്രനും ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തു മറിവദീനായ അയച്ചിടിനാൻ. ശാർദൂലനാദിയം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൽക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താന ഭയം ദ്രുതം ചെന്നവരും ശുഖസാരണനെ പോലെ ചെന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനവുമായി ദശകന്ധരൻ മൈഥിലി വാഴോമിടം മുക്കാൻ രാമശിരസ്സും ധനുസ്സും വിരഞ്ഞുടൻ കാമാക്ഷി മുന്നിലം മാറുവച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരേ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നേടിനാനന്നേരം വൈദേഹി തന്നോടു ചൊന്നാൻ സരമയും ഖേദമശേഷമകാലക്കളക നീ എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങോരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. യുദ്ധം സരമസവാക്യം
സരസവാക്യം കേട്ട് ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. മംഗലാദേവത വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലം മാറുവെച്ചിടുക വൈകാതെ, യുദ്ധത്തിനാശു പുറപ്പെടുകല്ലാകിൽ അത്തൽ കൊണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസ സേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനിനാദം കേട്ടതില്ലയോ രാവണ, ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ, നാണം നിനക്കേതുമില്ലയോ മാനസേ. ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രിഞ്ചര വീരനും വൃത്രാരിപുത്ര തനയനെ കൊൽകെന്ന് നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. വിനയ പ്രാസാദവും തകർത്തിടിനാൻ, ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ. വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. രാക്ഷസവാനരയുദ്ധം. പിന്നെ സുഷേണൻ കുമോദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷന്മരുൽ സുതൻ എന്നിവരാദിയം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞങ്ങടുക്കയും ബാണചാപങ്ങളും മാളും പരിചയും പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരീഖങ്ങളും ഈട്ടികൾ ശുക്രചക്കജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്തോരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലി നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങോമിട തോർന്നു മാറ്റൊലിക്കൊണ്ടുതേ. ജംഭാരി മുമ്പാം നിലിംബരും കിന്നര കിംപുരുഷോരക ഗുഹ്യക സ്വംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരാചാരണാന്ത്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനിജനം ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. ഇന്ദ്രജിത്തേറ്റാനതോ നേരം അങ്കദൻ തന്നോടതിഞ്ഞു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവാനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിരു മിത്രാരിയോടോ വിഭീഷണ വീരനും നീലം നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിൻ അയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയം രഘുത്തമൻ തന്നോട് രക്ഷധ്വജാദികൾ 10 പേർ തക്ഷണേ പോർ ചെയ്തു പുക്കാൻ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതം നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോൽ ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമെയ്തു മോഹിപ്പിച്ചതു രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിമേ വീടിനാൻ. താപസ വൃന്ദവും ദേവസമൂഹവും താപം കലർന്നും വിഭീഷണ വീരനും ഹാഹാ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ. അബ്ദിതോയം ദിധ
വിദ്വാ സ്വഭക്ഷയുഗ്മോ യുഗ്മോ ദൂതലോകത്രയത്രോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭക്തപ്രിയൻ മുത പക്ഷിപ്രവരനെ ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനു വാദവും കൈക്കൊണ്ടു തെക്കോട്ടു പോയി മറഞ്ഞേടിനാൻ ദക്ഷ്യനും മുന്നേതിലും ബലവീര്യവേഗങ്ങൾ കൊണ്ടുന്നതന്മാരാം കവീവരന്മാരെല്ലാം മന്നവൻ തന്മിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാൻ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദരം പൊക്കിരയ്ക്കുന്നതിന് മുന്നമേ വന്നാരവാരുമെങ്ങെന്തോരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവീൻ എന്തോരു ഘോഷമിതെന്നു ദശാനനൻ ചെന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ വീര്യബല വേഗവിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ട് വ്യക്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടൂ കാണുക ആണുങ്ങളെങ്കിലെന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത് കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ ധൂമ്രാക്ഷവധം മന്നവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ ഇത്തമനുഗ്രഹം ചെയ്തയച്ചാരതി ക്രുദ്ധനം ധൂമ്രാക്ഷനും നടന്നിടിനാൻ ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമാഗോപുരത്തോടെ പുറപ്പെട്ടാൻ മാരുതിയോടെ തീർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും വേലസേ വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരീഖഗദാദികൾ കൈക്കൊണ്ടു വാരണവാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടെ രാക്ഷസ വീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയോ മാറൊഴുകി പല വഴി ശൂരപ്രവരനം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്റെ എടുത്തെറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശോകതയുമെടുത്തുടൻ പാരിലം മാറുതോം രക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായതോ മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതോ കോപവും രാത്രിഞ്ചരന്മാരെ ഒടുക്കെ തുടങ്ങിനാൻ ആർത്തി മുഴുത്തതോ കണ്ടുതോ രക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചേടിനാൻ ധീരതയോടധീനാകുലമെന്നിയെ ഭാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷനേതുകൊണ്ടും ബർപുരത്തിങ്കലം മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതു ഘോഷിച്ചിതങ്കന മറിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ വജ്രദംഷ്ട്രവധം വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ട്രം തന്നെ പോകയുദ്ധത്തിനായി മാനുഷ വാനരന്മാരെ ജയിച്ച ഭീമാന കീർത്തിയവരിലെന്നയച്ചിടിനാൻ ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെതിർത്തിടിനാൻ ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കവികളോടോറ്റു മഹാബലൻ വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ കൾക്കശസ്ത്രാസ്ത്ര ശക്തിയാദികളോടേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങിയ കബന്ധങ്ങളും ബലാൽ താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം വിണങ്ങി നിൽക്കും മിഥൗ വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻകള നാളം മുറിച്ചെറിഞ്ഞിടിനാൻ അംഗദൻ
ആ കഥ കേട്ടാശു നർത്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടു മയച്ചാനതോ നേരം കമ്പമുണ്ടായതോ മേദിനിക്കന്നേരം ദുശ്യവനാരിപ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ വായുതനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം വരുത്തോ ദശകണ്ഠനും സഞ്ചരിച്ചാൽ നിജാരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനദൂനരം രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം സുബേലാജലോപരി വാനരസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടു വരികെന്നു കൽപ്പിച്ച നേരമവൻ വന്നു കൊപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ, ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ എടുക്കുവാൻ പോകുന്നതാരെന്നു ചൊല്ലെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടക്കെല്ലാം ആലംബനം പ്രഹസ്തൻ മഹാരഥൻ കുംഭഹനോ മഹാനാഥനൻ ദുർമുഖൻ ജംഭാരി വൈരിയം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ താൽവരും തിങ്ങിന വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാജലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രഗഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തേവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ജ്വലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനോവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പൊക്കിരുന്നരു നേടിനാൻ. സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോട് കൂടെയുള്ളോർഗ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകന്നാനവൻ. വെൺമതി പോലെ കുടയം വെടിപ്പിച്ചു പൊന്മയമായോരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ട് പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടെ കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമംഗോപുരത്തോടെ തരൂതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭവി കണ്ടു. രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാജ്ഞ സംജ്ഞയാമന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണിടോ, ചൊല്ലേണമെന്നോടിവരെ യഥാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്ക ഗാന്ധി കൊണ്ട ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ. സിംഹധ്വജം പോണ്ട തേരിൽ കരയേറി സിംഹ പരാക്രമൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിന് ബാണചാപങ്ങൾ ഉണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതേ കായൻ മരുന്നതു രാവണൻ തൻ മകൻ.
പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ വാജിമേലേറി പരീഖം തിരിപ്പവനാശോ ആജീശുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരൂതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശീരസ്സല്ലോ രാവണൻ തൻ മകൻ മറ്റേതിനങ്ങേത് ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പീനി കുംഭൻ പരീഖായുധനല്ലോ ദേവാകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടഞ്ഞിത്ത കോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരം വൻപടയോടു ചൊന്നാൻ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായകതുമില്ലതിനേതുമേ ഏവം നിയോഗിച്ച നേരം നിശാചരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ വൃന്ദകാരാതിരാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളി വിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരെ ഭയം ധരികെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നിടിനാൻ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനം പോരിന്നൊരുമിച്ചാൻ. വമ്പനായുള്ളവർ ഇവനോട് പോരിനു മുമ്പിലടിയാൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിനന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നത്രഞ്ചരേന്ദ്രനോടേറ്റാലറിയുക നീ മായയുമുണ്ടോ നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസഖ്യമം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലാഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചാനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനര നായകനാകിയ മാരുതി വേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാപത്തു കവികുലത്താലിടൂ. നിന്നെ അടിച്ചു കൊള്ളുവാൻ വന്നു നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനിടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചെന്നാൻ ഇവിടേക്കിന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കുന്നിതു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നില്ല നിനക്കതു കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിൽ ഇത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലനന്നേരം കുതി കൊണ്ടു രാവണാൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലുമുല്ലാസമോടു മകൂടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളി വിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വലിഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണാനന്തൽ മുഴുത്തു നിന്നോ ദശകണ്ഠനും. പിന്നെ മയം കൊടുത്തോരു വേൽ സൗമിത്രി തന്നെ മാറിലം മാറു ചാട്ടിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയോടേറ്റ ശുവിണിനാൻ.
ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതഞ്ഞിതു. രാഘവൻ തന്നെ ഗൗരവമാർന്നതി രാഘവം പോണ്ടിതു. രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും വണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാദരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. മാറും വിരിഞ്ഞു ദശമുഖൻ കയ്യിലം മാറുപൊക്കുമയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധമാഹാത്മകൻ നന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക ഉണ്ഠത എന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നതു കേട്ടു രഘുത്തമാനാരുഹ്യ തൽക്കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം. ഇന്നതീനാശുയോഗം വന്നതീനാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവന്നെന്നുടെ മുമ്പിൽ രക്ഷണം നില്ലുമേ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ. ഒന്നിനൊന്നൊന്നൊപ്പമായി ദശവക്ത്രനും ഘോരമായി വന്നിതു പോരും അന്നേരത്ത്. വാരാനിധിയോ മിളകി മറിയുന്നു മാരുതി തന്നെയുമെയ്തോ മുറിച്ചിതു ശൂരനായോരോ നായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തോരു സായകം. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതോ ബാണമേറ്റം നേരം പൗലസ്ത്യചാപവും വീണിതു ഭൂതലേ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ. തേരും കൊടിയും കൊടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞ് അളവാരൂഢതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്ത നാമയം ഭാരം നിനക്കുണ്ട് മാനസേ. പോയാലുമെന്നു ഭയപ്പെടായി കേതുമേ നീയിനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും. ആയുധവാഹനത്തോടൊരും പെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലോം. വേഭതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതോ ചിന്തിച്ചു വേവിനാൻ.